ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ ഒരു ബാഗാണ് ചെയ്യുന്നത്. സാധാരണയുള്ള വലിയ ബാഗല്ല ചെയ്യുന്നത്, ഒരു ചെറിയ ബാഗാണ്. ഒരു ഫോൺ കൊള്ളും, പിന്നെ ഒരു ചെറിയ ബുക്കോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഇടാൻ പറ്റിയ ഒരു ബാഗ്. എന്നിട്ട് നല്ല നീളത്തിൽ സ്ട്രാപ്പ് വരും. ആ ബാഗാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വിവരണം തന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. എപ്പോഴത്തെയും പോലെ ഒരു യാണും ഹുക്കും വേണം. ഇവിടെ എടുക്കുന്ന യാൺ ഒലീവിയയുടെ യാണാണ്. ഇത് 100 ഗ്രാമിൻ്റെ ഒരു യാണാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് OLV006. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഏകദേശം 103 ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന യാണാണ്. അപ്പം ഈ ഒരു യാണെന്ന് പറയുന്നത് 100 ഗ്രാമാണ്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് 2 യാൺ കാണാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 100 ഗ്രാമിൻ്റെ ഒറ്റ യാൺ മതി. എത്ര യാൺ വേണ്ടി വരും എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 2 യാൺ കാണിച്ചത്. പക്ഷേ ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 100 ഗ്രാമിൻ്റെ ഒറ്റ യാൺ തന്നെ മതിയായിരുന്നു. പിന്നെ ഇത് രണ്ടും ഒലീവിയയുടെ യാൺ തന്നെയാണ് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ ആ ഒരു ടാഗ് ഞാൻ പൊട്ടിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളറിൽ ബാഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടമുള്ളത് ആ ഒരു കളറിൽ ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഞാൻ 3 mm ഹുക്കാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന യാൺ അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ, അതിന് പറ്റിയ ഒരു ഹുക്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ഒരു യാണിന് എനിക്ക് തോന്നുന്നു 3 mm ഹുക്കാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 4 mm 5 mm ഒക്കെ വെച്ച് ചെയ്യുമ്പം സ്റ്റിച്ചസ് കുറച്ച് വലുതായിട്ട് വരും. അങ്ങനെ വരുമ്പം നമ്മൾ ബാഗാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റിച്ചസ് മാക്സിമം നല്ല ടൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാണിന് പറ്റിയ ഒരു ഹുക്ക് എടുക്കണം എന്ന് പറഞ്ഞത്. പിന്നെ കത്രിക, സ്റ്റിച്ച് മാർക്കേഴ്സ്, ഒരു നീഡിൽ ഒക്കെ വേണം. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒലീവിയയുടെ സാധാ യാൺ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെൽവെറ്റ് യാണിലൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് കുറച്ചും കൂടെ വണ്ണമുള്ള യാൺ എടുത്താൽ അത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള യാൺ വെച്ചിട്ട് ചെയ്യുക. അത് കുറച്ച് വണ്ണമുള്ളതാണ്, നല്ലതായിരിക്കും. ഞാൻ ഒരു 3 മാസമായിട്ട് ഈ ഒരു യാണും വെച്ചുകൊണ്ട് നടക്കുവാണ് ബാഗ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴാണ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയൊരു ലൂപ്പ് പോലെ ആക്കി കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഈ ഒരു ചെറിയ യാണുണ്ടല്ലോ ഞാനിപ്പോൾ പിടിച്ചേക്കുന്നത്, അതിനെ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ലൂപ്പിൻ്റെ പുറകിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ആ ഒരു ലൂപ്പിൻ്റെ പുറകിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ ഒരു ചെറിയ യാണിനെ പിടിച്ചിട്ട് പതുക്കെ മുകളിലോട്ട് വലിക്കുക. അപ്പം ഇതേപോലൊരു കെട്ട് വീഴും. ഇതിനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഹുക്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കെട്ട് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ലൂപ്പ് പോലെ വന്നല്ലോ, അതാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇനി അതിനെ നേരെ ഹുക്കിലേക്ക് കയറ്റി കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ചെറിയ യാണിൽ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പ് ചെറുതാകും. ഇനി നമ്മൾ ചെയിനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള യാണിനെ ഒന്ന് ചുറ്റുന്നു. എന്നിട്ട് ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചെയിനാകും. മുകളിലുള്ള യാണിനെ ചുറ്റുന്നു, ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കുക. രണ്ടാമത്തെ ചെയിനായി. ഇതേപോലെ നമ്മൾ 40 ചെയിനാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മുകളിലുള്ള യാണിനെ ചുറ്റുന്നു, ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കുക. ഇതിനെയാണ് ചെയിൻ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ചെയ്യുന്ന 40 ചെയിൻ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ബാഗിൻ്റെ നീളമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് 40 ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും നീളം പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബേസാണ്. അതായത് ആദ്യം നമ്മളിങ്ങനെ പരത്തി ബേസായിട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ബാഗിനെ പൊക്കിക്കൊണ്ട് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും മനസ്സിലായിക്കോളും. അങ്ങനെ ഞാനിവിടെ 40 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാഗിൻ്റെ നീളമായിട്ട് വരുന്നത്. പിന്നെ ഇതിന് കട്ടി കുറവുള്ളത് കൊണ്ടാണ് 40 ചെയിൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ വണ്ണമുള്ളയാണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു 20 ചെയിനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നീളത്തിൽ വരും. അതുപോലെ നമ്മൾ ചെയിൻ ചെയ്തേക്കുന്നതാണെങ്കിലും കുറച്ച് ടൈറ്റിലാണ്, അധികം ലൂസാക്കിയിട്ടല്ല ചെയ്തു പോയേക്കുന്നത്. പക്ഷേ നമുക്കിനി അതിലേക്ക് ഹുക്കിനെ കയറ്റാൻ നോക്കിയാൽ കയറ്റാനായിട്ടും പറ്റും. പിന്നെ ഇവിടെ ഫുള്ള് നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെയിൻ, അതായത് നമ്മൾ ലാസ്റ്റ് ചെയ്ത, ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന ആ ഒരു ചെയിൻ വിട്ടതിന് ശേഷം രണ്ടാമത്തെ ചെയിനിലേക്കാണ് ഹുക്കിനെ കയറ്റുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ചെയിനിനെയാണ് ആദ്യത്തെ ചെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പുള്ള ചെയിനിലേക്ക് ഹുക്കിനെ കയറ്റുന്നു, യാണിനെ ചുറ്റുന്നു,
എന്നിട്ട് ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം വലിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. യാണിനെ ചുറ്റുന്നു. എന്നിട്ട് ആ 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷ്യ ആകും. ഇനി അടുത്ത ചെയിനിലേക്ക് ഹുക്കിനെ കയറ്റി കൊടുക്കുന്നു. യാണിനെ ചുറ്റുന്നു. ആദ്യത്തെ ലൂപ്പ് വഴി മാത്രം വലിക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. യാണിനെ ചുറ്റുന്നു. എന്നിട്ട് ആ 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ആകും. ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന എല്ലാ ചെയിനിലും നമ്മൾ ചെയ്തു കൊടുക്കണം. ടോട്ടൽ 39 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും വരുന്നത്. അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ ചെയിൻ വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 39 സിംഗിൾ ക്രോഷ്യ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ റോ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ റോ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത് നിർത്തിയത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണല്ലോ. ഇനി നമ്മൾ ഇതിനെ നേരെ തിരിച്ചു കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ചെയ്ത് നിർത്തിയേക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇനി നമ്മൾ ഇതിനെ നേരെ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇനി ചെയ്ത് തുടങ്ങുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ചെയ്ത് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ തിരിച്ചത്. ആ ഒരു ചെയിനിൽ ചെയ്യരുത്. അതിനെ നമ്മൾ ടേണിങ് ചെയിൻ എന്നാണ് പറയുന്നത്. അതായത് അത് ആ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ചെയ്യരുത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ തൊട്ടിട്ട് നമ്മൾ പിന്നെയും സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ താഴെ എങ്ങനെയാണോ സിംഗിൾ ക്രോഷ്യ ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു റോയിലും ചെയ്തു കൊടുക്കുക. അപ്പം മുകളിലുള്ള ഓരോ സ്റ്റിച്ചുകളിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ഈ ഒരു സെക്കൻഡ് റോയിലും ടോട്ടൽ 39 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റോയിലും ടോട്ടൽ 39 സിംഗിൾ ക്രോഷ്യ തന്നെ. അങ്ങനെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത് നിർത്തിയേക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇനി ഇതിനെ നേരെ തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ചെയ്തു പോകാനായിട്ട് പോകുന്നത്. അതുപോലെ ഓരോ റോ കഴിഞ്ഞതിന് ശേഷം അടുത്ത റോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ഒരു ചെയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളിത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത ആ ഒരു ചെയിൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് തൊട്ടിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ടോട്ടൽ 39 സിംഗിൾ ക്രോഷ്യ തന്നെ ഈ ഒരു റോയിലും ചെയ്തെടുക്കണം. അതായത് ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ടോട്ടൽ 39 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ഈ ഒരു റോയിലും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്തിട്ട് വരാം. ഈ ഒരു സെയിം പാറ്റേൺ ആയ 39 സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് 3ാമത്തെ റോ മുതൽ 14ാമത്തെ റോ വരെ ചെയ്തു പോകുക. അങ്ങനെ 14 റോ കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ വീതി എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് വീതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റോ ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇത്രയും വീതി മതി. അത്യാവശ്യം വീതിയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇനി നമ്മൾ ഇതിനെ പൊക്കിക്കൊണ്ട് വരാനായിട്ടാണ് പോകുന്നത്. ഒരു ബാഗിൻ്റെ രൂപത്തിലേക്ക് വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്ത് നിർത്തിയിടത്തേക്ക് ഹുക്കിനെ കയറ്റുന്നു. എന്നിട്ട് ഒരു ചെയിൻ ചെയ്തു കൊടുക്കുക. എപ്പോഴത്തേം പോലെ അടുത്ത റോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെയിൻ ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു വീതി വരുന്ന സൈഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകം സ്റ്റിച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിച്ചു നോക്കുക. വലിച്ചു നോക്കുമ്പം ചെറിയ ചെറിയ കുഞ്ഞു ഹോളുകളായിട്ട് കാണും. ആ ഓരോ ഹോളിൻ്റെ അവിടെയായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ വലിച്ചു നോക്കിയപ്പം ആദ്യത്തെ ഒരു ചെറിയ ഹോൾ കണ്ടു. അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കുക. ഇനിയുള്ള ഓരോ റോയിലും നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കുന്നത് മറക്കരുത്. കാര്യം അല്ലെങ്കിൽ സ്റ്റിച്ചസ് മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് ചുറ്റുമായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ആദ്യത്തെ ഹോളിൽ നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മളിങ്ങനെ വലിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചെറിയൊരു കുഞ്ഞ് ഹോള് കാണാമല്ലോ. ആ ഒരു ഹോളിലായിട്ട് അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ഇനി നമ്മൾ പിന്നെയും വലിച്ചു നോക്കുന്നു. വലിച്ചു നോക്കുമ്പം അടുത്ത ചെറിയ ഹോള് കാണാം. അവിടെയായിട്ട് അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്ത് പോയാൽ മതി. വലിച്ചു നോക്കുക. അപ്പോൾ അടുത്ത ചെറിയ ഹോൾ എവിടെയാണോ കാണുന്നത് അവിടേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകുക. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു നോക്കുന്നു. വലിച്ചു നോക്കുമ്പം ചെറിയ ചെറിയ ഹോളുകൾ കാണും. ആ ഓരോ ചെറിയ ഹോളുകളിലായിട്ടും സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകുക. അപ്പം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു നോക്കുക. വലിച്ചു നോക്കുമ്പം അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ട ഒരു കുഞ്ഞു ഹോള് കാണാൻ പറ്റും. അപ്പോൾ അതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ആ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക.
അങ്ങനെ ലാസ്റ്റത്തെ ആ ഒരു ഹോളിലായിട്ടൂടെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വീതിയുടെ സൈഡിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വീതിയുടെ സൈഡിലുള്ള എല്ലാ സ്റ്റിച്ചസും കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലേക്ക് പോവാണ്. അവിടെ എന്ന് പറയുന്നത് നീളത്തിൻ്റെ ആ ഒരു സൈഡാണല്ലോ. അവിടെ നമുക്ക് ഓൾറെഡി സ്റ്റിച്ചസ് ഉണ്ട്. ആ ഓരോ സ്റ്റിച്ചസുകളിലായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകുമ്പം അടുത്ത റോ ചെയ്യുമ്പോഴത്തേക്കും താഴെ വരുന്ന സ്റ്റിച്ചസിൻ്റെ മുകളിലായിട്ടാണല്ലോ അടുത്തത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു നീളത്തിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു സൈഡിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകുന്നത്. അത് എളുപ്പമാണ്. നമ്മൾ വീതിയുടെ വശത്ത് ചെയ്തതുപോലെയല്ല, കുറച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനങ്ങനെ ഈ ഒരു നീളത്തിൻ്റെ സൈഡിലുള്ള ലാസ്റ്റത്തെ സ്റ്റിച്ച് വരെ ചെയ്തിട്ട് വരാം. ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിന് മുമ്പത്തെ അപ്പുറത്ത് വന്ന വീതിയുടെ സൈഡുണ്ടല്ലോ, ആ സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ചെയ്ത് കൊടുക്കുക. അതായത് വലിച്ചു നോക്കുന്നു, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഹോളുകൾ വരും. ആ ഓരോ ഹോളിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് തന്നെ ചെയ്തു പോകുക. സിമ്പിൾ പരിപാടി. നമ്മൾ നീളത്തിൻ്റെ സൈഡിൽ വരുമ്പം നമുക്ക് ഓൾറെഡി അവിടെ സ്റ്റിച്ചസ് കാണും. ആ സ്റ്റിച്ചസുകളിലായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകുക. വീതിയുടെ സൈഡ് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വലിച്ചു നോക്കുന്നു, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഹോള് വരും. ആ ഓരോ ഹോളിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോകുക. അപ്പോൾ ഇതാണ് നമ്മൾ 15ാമത്തെ റോയിൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യം ചെയ്തിട്ടുണ്ട്. അതായത് ആ വീതിയുടെ സൈഡിലെ. ഇനി നമുക്കടുത്ത നീളത്തിൻ്റെ 4ാമത്തെ സൈഡും കൂടെ ഉണ്ട്. ആ ഒരു 4ാമത്തെ സൈഡിലും ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് തന്നെ ചെയ്തു പോകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതുപോലെ ഇനിയും പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റോയിലെ ബാക്കി സ്റ്റിച്ചസിലൂടെ ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ തുടങ്ങിയിടത്ത് എത്തിയിട്ടുണ്ട്. അതായത് സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ചെടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ആ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതവിടെ നൂരുന്നു. എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കയറ്റുന്നു. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. യാണിനെ ചുറ്റുന്നു. എന്നിട്ട് ഈ 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നിച്ച് വലിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഓരോന്നിലൂടെ ആയിട്ട് വലിക്കുക. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ആകും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 15ാമത്തെ റോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 15ാമത്തെ റോയിൽ ടോട്ടലി എനിക്ക് 104 സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ വന്നേക്കുന്നത്. ഇനി നമുക്ക് 16ാമത്തെ റോ ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മൾ നേരത്തെ ചെയ്ത ഓരോ സ്റ്റിച്ചുകളിലായിട്ടും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് തന്നെ ടോട്ടൽ 104 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ഈ ഒരു 16ാമത്തെ റോയിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും ഓരോരോ സ്റ്റിച്ചസ്. ആ ഓരോരോ സ്റ്റിച്ചസിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് തന്നെ ചെയ്തു പോയാൽ മതി. അപ്പോൾ ഞാനിവിടെ തൊട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതും ഏത് പോർഷനാണ് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞ് തന്നെ കമൻറ്റ് ഇടണം. എന്നാൽ മാത്രമേ എനിക്കത് എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 16ാമത്തെ റോയിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ടോട്ടലി 104 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ആ ഓരോ കോർണറിലായിട്ട് ചെയ്യുമ്പോഴത്തേക്കുവേ ആ ഒരു കോർണറിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഒറ്റ സിംഗിൾ ക്രോഷ്യ ചെയ്യാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു 3-4 റോ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് സ്റ്റിച്ചസ് കൂടുതൽ വന്നിട്ടുണ്ട്. 104 എന്നുള്ളത് 106, 109 ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനത് മുഴുവനായിട്ട് ഊരിയിട്ട് ആദ്യം തൊട്ട് ചെയ്ത് തുടങ്ങുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് കോർണർ വരുമ്പോഴത്തേക്കും ചിലപ്പം ആ ഒരു കോർണറിലെ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ചെയ്യുക. ഒറ്റ സിംഗിൾ ക്രോഷ്യ മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെ ഞാൻ 16ാമത്തെ റോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ചെടുത്ത് അത് ഊരിയിട്ട് ആ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പം വളരെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ കുറച്ച് റോയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഏകദേശം ഒരു
ഒരു 27ാമത്തെ റോ വരെ നമ്മൾ ഈ ഒരു പാറ്റേൺ തന്നെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി 17ാമത്തെ റോ ചെയ്യാൻ പോവാണ്. അപ്പം ഒരു ചെയിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തു പോവുക. അതായത് ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് തന്നെ ചെയ്തു പോവുക. ടോട്ടൽ 104 സിംഗിൾ ക്രോഷ്യ വരും. അപ്പം ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാനായിട്ട് ആരും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 17ാമത്തെ റോയാണ്. ഇനി 18ാമത്തെ റോ മുതൽ 27ാമത്തെ റോ വരെ ഈ ഒരു പാറ്റേൺ തന്നെ തുടർന്നു പോകുക. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ടോട്ടൽ 104 സിംഗിൾ ക്രോഷ്യ ഇത്രയും റൗണ്ടുകളിലായിട്ട് ചെയ്തു പോകണം. അപ്പോൾ ഞാനിപ്പം 27 റോ വരെയാണ് ചെയ്യുന്നത്. പിന്നെയും നിങ്ങൾക്ക് പൊക്കം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും റോകളിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ 27 റോകൾക്ക് ശേഷം നമ്മുടെ ബാഗിൻ്റെ ലുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയൊരു 3-4 റോയും കൂടെ ഉള്ളൂ. അതിൽ ഇനി ചെയ്യാൻ പോകുന്ന റോ, അതായത് 27ാമത്തെ റോ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രാപ്പ് കയറാനായിട്ടുള്ള ഹോളുകൾ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ചെയ്യുക. എളുപ്പമാണ്, കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ ആദ്യം തന്നെ അടുത്ത റോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ ഒരു റോയിൽ പാറ്റേൺ ആണ് ഈ താഴെ വഴി എഴുതി പോകുന്നത്. നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് കേട്ട് പോസ് ചെയ്ത് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ 8 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് 8 സിംഗിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് വെക്കേണ്ടവർക്ക് വെക്കാം. ഞാൻ ഈ സ്റ്റിച്ച് മാർക്കേഴ്സിന് പകരം സേഫ്റ്റി പിന്നാണല്ലോ വെക്കുന്നത്, പക്ഷെ അത് കാണുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ വെച്ചിട്ടില്ല. അതുപോലെ ഈ 28ാമത്തെ റോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ, അതായത് ഇതുവരെ പറഞ്ഞ പാറ്റേൺ തുടർന്നവർ മാത്രമേ ഈ 28ാമത്തെ റോയിലെ ഞാനിവിടെ എഴുതി കാണിക്കുന്ന, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ചെയ്യാവുള്ളൂ. അതായത് ആദ്യം 40 ചെയിൻ ചെയ്തു, അത് കഴിഞ്ഞ് 39 സിംഗിൾ ക്രോഷ്യ വെച്ച് ബേസ് ചെയ്തു, അത് കഴിഞ്ഞ് അതിനെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് 104 സിംഗിൾ ക്രോഷ്യ ഉപയോഗിച്ചു. ഈ ഒരു പാറ്റേൺ തുടർന്നവർ മാത്രമേ ഇപ്പോഴും കാണുന്ന 28ാമത്തെ റോയിലെ പാറ്റേൺ തുടരാവുള്ളൂ. അതല്ലാതെ 40 ചെയിനിന് പകരം 50 ചെയിൻ അല്ലെങ്കിൽ 25 ചെയിൻ 20 ചെയിനൊക്കെ എടുത്തവർക്കുള്ള പാറ്റേൺ ഞാൻ പറഞ്ഞു തരാം. അതെന്താണെന്ന് ഇപ്പോൾ പറയാം. അതിന് മുമ്പായിട്ട് ഞാൻ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യരുത്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് തൊട്ടിട്ട് വേണം തുടങ്ങാനായിട്ട്. അതായത് ഞാനിപ്പോൾ പിടിക്കുന്ന സ്റ്റിച്ചിൽ ചെയ്യരുത്, നമ്മൾ ചെയ്ത് നിർത്തിയത് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് വിടുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ തൊട്ടിട്ടാണ് ഇനി സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു പോകാനായിട്ട് പോകുന്നത്. അപ്പം ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ തൊട്ടിട്ട് 8 സിംഗിൾ ക്രോഷ്യ തന്നെ തുടർന്ന് പോകുക. അതായത് ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് 8 എണ്ണം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ചെയിൻ അതിനൊക്കെ പകരം നിങ്ങൾ വേറെ ഒരു പാറ്റേൺ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് 28ാമത്തെ റോയിലെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്നെങ്കിൽ എഴുതിയിടുകയോ അല്ലെങ്കിൽ വോയിസ് ആയിട്ട് ഇടുകയോ എന്തെങ്കിലും ചെയ്തേക്കാം. അതൊന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ 28ാമത്തെ റോയിലെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 8 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ചെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് വിട്ടതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലേക്കാണ് ഹുക്കിനെ കയറ്റാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത് നിർത്തിയത് ഇവിടെ, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് വിടുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കയറ്റുന്നു. അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ടോട്ടലി 8 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് 8 എണ്ണം ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാ കാണാൻ പറ്റും 2 ഹോളുകളായിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 8 ഹോളുകളാണ് വരുന്നത് സ്ട്രാപ്പ് കയറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. ഇനി 2 ചെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി എപ്പോഴത്തെയും പോലെ നമ്മൾ ചെയ്ത് നിർത്തിയിടം അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് വിടുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലേക്കാണ് ഹുക്കിനെ കയറ്റുന്നത്. സ്കിപ്പ് 1 അത്രേ ഓർത്താൽ മതി. ഒരു സ്റ്റിച്ച് വിടുന്നു, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് തൊട്ടിട്ടാണ് ചെയ്തു പോകാനായിട്ട് പോകുന്നത്. അതുപോലെ ഈ ഒരു റോയിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 8 സിംഗിൾ ക്രോഷ്യ 2 ചെയിൻ സ്കിപ്പ് 1, അത് ബ്രാക്കറ്റിലാണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ 3 ഇട്ടേക്കുന്നത് കണ്ടോ? ആ ഒരു സ്റ്റാർ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാക്കറ്റിൽ കിടക്കുന്ന പാറ്റേൺ നമ്മൾ
3 പ്രാവശ്യം ചെയ്യണം എന്നാണ്. ഇപ്പം നമ്മളിവിടെ 3 പ്രാവശ്യം 8 സിംഗിൾ ക്രോഷ്യൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്റ്റാർ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബ്രാക്കറ്റിൽ കിടക്കുന്ന പാറ്റേൺ 3 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചെയിൻ ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് വിടുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കയറ്റുന്നു. അവിടെ തൊട്ടിട്ട് നമ്മൾ 23 സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവുക. അപ്പം ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ടോട്ടലി 23 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതെന്തായാലും ചെയ്തിട്ട് വരാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ ഏത് പോർഷനാണ് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 23 സിംഗിൾ ക്രോഷ്യൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, അടുത്ത പാറ്റേൺ കണ്ടോ, ചെയിൻ 2 സ്കിപ്പ് 1 8 സിംഗിൾ ക്രോഷ്യ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 ചെയിൻ ചെയ്യുന്നു. ഇനി അടുത്തത് സ്കിപ്പ് 1, അടുത്ത ഒരു സ്റ്റിച്ച് വിടുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് തൊട്ടിട്ട് 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകുക. അപ്പം ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് 8 എണ്ണമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റിച്ച് വിടുന്നു, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് തൊട്ടിട്ട് 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകുക. അപ്പം ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് 8 എണ്ണം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ബാഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് മാത്രമായിരിക്കും ചെയ്യുന്നത്. അത് ഓർത്ത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് കഴിഞ്ഞിട്ടൊരു സ്റ്റാർ 3. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ 3 പ്രാവശ്യം ചെയ്യണം എന്നാണ്. ഇപ്പം 1 പ്രാവശ്യം ചെയ്തു, ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 ചെയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് സ്കിപ്പ് 1, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് തൊട്ടിട്ട് പിന്നെയും 8 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തു പോകുക. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് 8 എണ്ണം വരുന്നത്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം 8 എണ്ണം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് എണ്ണി നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യാം. അപ്പോൾ 2 ചെയിൻ ചെയ്യുന്നു, അടുത്ത സ്റ്റിച്ച് വിടുന്നു, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലേക്കാണ് ഇനി ചെയ്ത് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്കിപ്പ് 1 എന്ന് പറഞ്ഞത് അടുത്തൊരു സ്റ്റിച്ച് വിടുക, അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് തൊട്ടിട്ട് 8 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തു പോവുക. അപ്പം ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് 8 എണ്ണം വരുന്നത്. അങ്ങനെ ഞാനിവിടെ 8 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ബ്രാക്കറ്റിൽ കിടക്കുന്നത് 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് 22 സിംഗിൾ ക്രോഷ്യാണ്. അപ്പം അതിന് മുമ്പായിട്ട് 2 ചെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്ത സ്റ്റിച്ച് വിടുന്നു, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് തൊട്ടിട്ട് 22 സിംഗിൾ ക്രോഷ്യ തുടർന്ന് പോകുക. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് 22 സിംഗിൾ ക്രോഷ്യ വരുന്നത്. അതുപോലെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു 28ാമത്തെ റോയിലെ പാറ്റേൺ ജെമിനിയോട് ചോദിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 24 സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ ചെയ്തത്. അത് എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ 24 സിംഗിൾ ക്രോഷ്യ ചെയ്തു, അത് കഴിഞ്ഞ് 2 ചെയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റിച്ച് വിടുക, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യുന്നു. ഇനി ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരുക, എന്നിട്ട് അതിലേക്ക് നേരെ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 ഹോളുകൾ കാണാവുന്നതാണ്. ഇനി അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ട്. അതുപോലെ ഈ ഓരോ ഹോളും അപ്പുറത്തുള്ള ഹോളിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കിയിട്ടൊക്കെ നോക്കാവുന്നതാണ്. കറക്റ്റ് ഓപ്പോസിറ്റ് ആണോ എന്നറിയാനായിട്ട് വേറൊരു വഴിയും കൂടെ ഉണ്ട്. നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നു, എന്നിട്ട് ഒരു ഹുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് കയറ്റി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും കറക്റ്റ് ഓപ്പോസിറ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കയറ്റി കൊടുക്കുമ്പോഴത്തേക്കും 2 എണ്ണത്തിലൂടെയും വരുന്നതായിരിക്കും. പിന്നെ ഞാൻ മൂന്നാമത് കയറ്റിയതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ 1 2 സിംഗിൾ ക്രോഷ്യൊക്കെ കൂടുതലോ കുറച്ചോ ഒക്കെ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു 22 സിംഗിൾ ക്രോഷ്യ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പക്ഷേ ഞാനിങ്ങനെ ചെയ്തു വന്നിട്ട് എന്ത് ചെയ്തിട്ടും മറ്റേ അപ്പുറത്തുള്ള ഹോളിൻ്റെ കറക്റ്റ് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 2 എണ്ണം കൂടെ കൂട്ടിക്കൊടുത്ത് 24 സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഹോളിന് ഓപ്പോസിറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. കറക്റ്റ് ഹോളിന് ഓപ്പോസിറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഞാൻ ഇത് പാറ്റേണിലും 22 സിംഗിൾ ക്രോഷ്യാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തുള്ള ഹോളിന് ഓപ്പോസിറ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 സ്റ്റിച്ച് കൂട്ടി കൊടുത്തു.
അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു 2 റോയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ 28ാമത്തെ റോയിലേക്കാണ് പോകുന്നത്. അപ്പം അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു റോയിൽ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ടോട്ടൽ 104 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോയിൽ നമുക്ക് ചെയിൻ 2 സ്പേസ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ റോയിൽ, അതായത് 27ാമത്തെ റോയിൽ ചെയിൻ 2 സ്പേസ് ഹോളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സ്പേസിലായിട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒറ്റ സിംഗിൾ ക്രോഷ്യ മാത്രമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ 27ാമത്തെ റോയിൽ നമ്മൾ ചെയിൻ 2 സ്പേസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും 28ാമത്തെ റോ വരുമ്പോഴത്തേക്കും ആ ചെയിൻ 2 എന്നുള്ളിടത്ത് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തില്ല. ആ ഒരു സ്പേസിൽ ഒറ്റ സിംഗിൾ ക്രോഷ്യ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ടോട്ടൽ 104 സിംഗിൾ ക്രോഷ്യ തന്നെയായിരിക്കും വരുന്നത്. അങ്ങനെ ഞാൻ ചെയ്ത് ആദ്യത്തെ ചെയിൻ 2 സ്പേസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകും. ഈ ഒരു സ്പേസിൽ നമ്മൾ പ്രത്യേകിച്ച് സ്റ്റിച്ചസിലൊന്നും അല്ല കയറ്റുന്നത്. ആ ഒരു സ്പേസിലേക്ക് നേരിട്ടാണ് ഹുക്കിനെ കയറ്റി കൊടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ആ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യരുത്, ഒറ്റ സിംഗിൾ ക്രോഷ്യ മാത്രമേ ചെയ്യാവുള്ളൂ. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് പിന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകുക. അപ്പോൾ ഇതാണ് 28ാമത്തെ റോയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏത് പോർഷനാണ് മനസ്സിലാവാത്തതെന്ന് തന്നെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിവിടെ പോയി കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എവിടെയാണ് മനസ്സിലാവാത്തതെന്ന്. അങ്ങനെ നമ്മൾ 2ാമത്തെ ചെയിൻ 2 സ്പേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് നേരിട്ട് ഹുക്കിനെ ഇറക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകം സ്റ്റിച്ചസിലൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ച് തൊട്ടിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു പോകുക. ഇങ്ങനെ ഈ ഒരു റോ ഫുള്ള് ചെയ്തെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ എങ്ങനെയൊക്കെയോ ബാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ട്രാപ്പും കൂടെ ചെയ്താൽ മതി. അതിന് മുമ്പ് ചെറിയൊരു മിനുക്ക് പണിയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഹോളൊക്കെ വരുന്നത് കണ്ടല്ലോ അല്ലേ. ഇനി നമ്മളെപ്പോഴത്തെയും പോലെ ആ ഒരു യാണിനെ കുറച്ച് നീളത്തിൽ മുറിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് തുന്നി ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു നീഡിലെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം ആ ഒരു യാണിനെ തൊട്ടപ്പുറത്തുള്ള സ്റ്റിച്ചിലേക്ക് ഒന്ന് കയറ്റി വിട്ട് കൊടുക്കുക. കാര്യം അതൊന്ന് അവിടെ ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ ഉൾവശത്ത് താഴോട്ടായിട്ടിങ്ങനെ തുന്നി പോയാൽ മതി. അതുപോലെ ഈ കയറ്റി വിടുന്ന യാൺ നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണാത്തതുപോലെ വേണം കയറ്റി കൊടുക്കാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ഞാനിങ്ങനെ കയറ്റി കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുന്നുണ്ട്, അതിപ്പുറത്ത് കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരാത്തതുപോലെ വേണം കയറ്റി കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു 5-6 സ്റ്റിച്ച് വഴി കയറ്റി കഴിയുമ്പോഴത്തേക്കും ബാക്കി വരുന്ന യാണിനെ മുറിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ബാഗ് കാണുമ്പോഴത്തേക്കും ഒരു പ്ലെയിൻ ആയിട്ട് തോന്നില്ല, ഒരു പ്ലെയിൻ ലുക്ക്. അപ്പോൾ നമുക്ക് ഈ ലേസൊക്കെ വെക്കുന്നത് പോലെ ഈ ബാഗിൻ്റെ മുകളിലായിട്ട് ഒരു ലേസ് വർക്ക് പോലെ ചെയ്തെടുക്കാം. അങ്ങനെയല്ല, നമ്മൾ സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരു വേറൊരു കളർ യാണിൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് വെച്ച് ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ക്രീം കളർ യാൺ വെച്ചിട്ടാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അതിനായിട്ട് അടുത്ത കളർ യാൺ എങ്ങനെയാണ് ഇതിലേക്ക് പിടിപ്പിക്കുന്നതെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ കയറ്റി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ചെയിൻ ചെയ്യുക. കാര്യം അതവിടെ ഒന്നും ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു അടുത്ത യാൺ കയറ്റി കൊടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് ആ ബ്ലാക്ക് യാൺ അവിടെ തുന്നി ചേർത്ത് വെച്ച് കൊടുത്തല്ലോ, അവിടെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കണം കയറ്റി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയിൻ ചെയ്ത ആ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങാനായിട്ട് ഓർക്കണം. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോയാൽ മതി. ടോട്ടൽ 104 സിംഗിൾ ക്രോഷ്യ തന്നെ വരും. പിന്നെ ഇത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഈ ഒരു ബാഗ് ഇങ്ങനെ ഫുള്ള് ബ്ലാക്കായിട്ട് കിടക്കുന്നതിൽ നല്ലത് ഇതേപോലൊരു ലേസ് വർക്ക് പോലെ. ആ ലേസ് വർക്കൊന്നും അല്ല എങ്കിലും ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ലേസ് വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് വെച്ച് ചെയ്തതാണ്. ഇനി കൊള്ളത്തില്ലേലും ഊരിക്കളഞ്ഞാൽ മതിയല്ലോ എന്നൊരിതിലാണ് ചെയ്തത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ചെയ്ത് സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഗിന് ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ, കുറച്ചും കൂടെ ബ്ലാക്ക് കളറാണ്. പക്ഷേ വീഡിയോയിൽ എന്ത് നോക്കിയിട്ടും അങ്ങനെ വരുന്നില്ല. ചില ക്ലിപ്പുകളിൽ നല്ല ഡാർക്കായിട്ട് കാണിക്കും, ചിലതിൽ ഒരുമാതിരി ഒരു കളറായിട്ട് കാണിക്കും. അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ
ആ ഒരു ക്രീം കളർ യാണിനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തുന്നി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇതേപോലെ ഞാനിവിടെ കാണിക്കുന്ന പോലെ 2 സൈഡുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനെ ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാകത്തില്ല. കാര്യം ആ ബ്ലാക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്രീം കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത്. ഇതാകുമ്പം നല്ല വൃത്തിക്ക് ഇരിക്കുന്നുമുണ്ട്. അങ്ങനെ ബാഗ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്ട്രാപ്പ് ചെയ്യാം. അതിനായിട്ട് നേരത്തെ ചെയ്ത ബാഗിൻ്റെ ബാക്കി യാൺ എടുക്കുക. സ്ട്രാപ്പ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിലുള്ളൊരു പരിപാടിയാണ്, പക്ഷേ കുറച്ച് സമയമെടുക്കും. ഇവിടെ നമ്മൾ ചെയിനും അതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ചും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് തുടങ്ങാം. സ്ലിപ്പ് നോട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സ്ലിപ്പ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതുകൊണ്ട് ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് പറയുന്നില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു കെട്ടിടുന്നത് അതുപോലെ തന്നെയാണ് സ്ലിപ്പ് നോട്ട് ഇടുന്നത്. ഇനി ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിലേക്ക് പോകുക, എന്നിട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കിയിട്ട് വരിക. ഇനി നമ്മൾ അതിനെ നേരെ ഹുക്കിലേക്കൊക്കെ കയറ്റി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള യാണിനെ ചുറ്റിയിട്ട് ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ചെയിൻ ആകും. അപ്പം മുകളിലുള്ള യാണിനെ ചുറ്റുന്നു, ഹുക്കിലുള്ള ലൂപ്പിലൂടെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ 2 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എത്ര എണ്ണം ചെയ്യുന്നെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രാപ്പാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളം വേണമോ അത്രയും നീളത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കുക. ഞാനിപ്പം ഇത് ഇത്രയും നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 200 ചെയിനിനടുത്തെങ്കിലും ചെയ്ത് കാണും. എണ്ണാൻ നിന്ന് കഴിഞ്ഞു അയ്യോ തീർന്നു. അതുകൊണ്ട് തെറ്റും, അത് കഴിഞ്ഞ് പിന്നെ ആദ്യം തൊട്ട് എണ്ണും, അങ്ങനെ കുറേ സമയം പോകും. അതുകൊണ്ട് നമ്മൾ ചെയിൻ എണ്ണാതെ നിങ്ങൾക്ക് എത്ര നീളത്തിൽ വേണോ അത്രയും ചെയിൻ ചെയ്തെടുക്കുക. അതുപോലെ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇത്രയും നീളം വേണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാഗ് എടുക്കുമ്പോഴത്തേക്കും അതിന് 2 വള്ളി ആയിരിക്കുമല്ലോ വരുന്നത്. ആ 2 വള്ളി ഈ ഒരൊറ്റ വള്ളിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ചെയ്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സ്ട്രാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ചെയിൻ വിടുക. എന്നിട്ട് അതിന് മുമ്പുള്ള ചെയിനിലേക്ക് തൊട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു പോകും. അപ്പോൾ ലാസ്റ്റത്തെ ചെയിൻ വിടുന്നു, അതിന് മുമ്പുള്ള 2ാമത്തെ ചെയിൻ തൊട്ടിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു പോകുകയാണ് ചെയ്യുന്നത്. അപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 2ാമത്തെ ചെയിനിലേക്ക് ഹുക്കിനെ കയറ്റുന്നു, യാണിനെ ചുറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. അപ്പോൾ യാണിനെ ചുറ്റുന്നു, എന്നിട്ട് ഈ 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുക്കണം. എന്നാലേ സ്ലിപ്പ് സ്റ്റിച്ച് ആകത്തുള്ളൂ. അപ്പം 2ലൂടെയും ഒന്നിച്ച് വലിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഓരോന്നിലൂടെ ആയിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ചിൽ ചെയ്യാം. അപ്പോൾ അടുത്ത ചെയിനിലേക്ക് കയറ്റുന്നു, യാണിനെ ചുറ്റുന്നു, ഹുക്കിൽ 2 ലൂപ്പുണ്ട്, ആ 2 ലൂപ്പ് വഴിയും വലിച്ചു കൊടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതേപോലെ ഞാനിപ്പം 200 ചെയിനോളം ചെയ്തെന്നൊക്കെ പറഞ്ഞല്ലോ, ഇതിൽ മുഴുവനും ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ചെയ്തിട്ട് വരാം. അതായത് നമ്മൾ തുടങ്ങിയപ്പം ചെയ്ത ചെയിൻ വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ആദ്യം ചെയിൻ ചെയ്യുമല്ലോ, ആ ചെയിൻ അത്യാവശ്യം ടൈറ്റിൽ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അധികം ലൂസായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ സാധനങ്ങൾ ഇടുമ്പോഴത്തേക്കും താന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം ടൈറ്റിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോഴും അത്യാവശ്യം ടൈറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് വരെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെയിലായിരുന്നു, അത് കഴിഞ്ഞൊരു മഴ പെയ്തു, അത് കഴിഞ്ഞ് പിന്നെയും വെയിൽ വന്നു. ഇത്രയും നേരം എടുത്തിട്ടാണ് ഞാനിതൊന്ന് ചെയ്ത് തീർത്തത്. ലാസ്റ്റത്തെ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് നീളത്തിൽ യാണിനെ വിട്ടിട്ട് മുറിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്ട്രാപ്പും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാഗും സ്ട്രാപ്പും ചെയ്തത് ഈ ഒരു യാൺ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാഗും സ്ട്രാപ്പും ചെയ്യാനായിട്ട് നമുക്ക് 100 ഗ്രാമിൻ്റെ ഒറ്റ യാൺ മതി. ഞാൻ തുടക്കത്തിൽ അറിയാത്തത് കൊണ്ട് 2 യാൺ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ യാൺ വെച്ചിട്ടാണ് ഇത് 2 എണ്ണം ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്കി യാൺ മിച്ചവും വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബാഗിലേക്ക് സ്ട്രാപ്പിനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കയറ്റുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിൻ്റെ സൈഡിലുള്ള ഹോള് വഴി കയറ്റി കൊടുക്കണം. എന്നിട്ട് അടുത്ത ഹോള് വഴി ഇറക്കി കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഹോള് വഴി പിന്നെയും കയറ്റുന്നു, അടുത്ത ഹോള് വഴി ഇറക്കുന്നു. ഇങ്ങനെ കയറ്റി ഇറക്കിയും കൊടുത്താൽ മതി.
ലാസ്റ്റത്തെ ഹോൾ വഴിയും ഇറക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സ്ട്രാപ്പിനെ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെയൊക്കെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. വീഡിയോയിൽ കാണുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്ട്രാപ്പിനെ ബാഗിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സ്ട്രാപ്പ് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ 2 അറ്റങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് പോവാം. അതിനായിട്ട് എക്സ്ട്രാ യാണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ കാണുന്ന ആ ഒരു 2 യാണുണ്ടല്ലോ, ആ 2 യാണിനെ അപ്പുറത്തുള്ളതിലേക്ക് കയറ്റി ഇറക്കിയും കൊടുത്താൽ മതി. പിന്നെ ചെയ്യുമ്പം നല്ല ടൈറ്റിൽ ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇടുമ്പം പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് അധികം പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. ആ 2 യാണിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി കൊടുക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഈ ഒരു ബാഗ് കുറച്ചും കൂടെ കട്ടിയുള്ള യാണിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു യാൺ ബാഗ് ചെയ്യാനാന്ന് പറഞ്ഞൊരു 3 മാസത്തോളമായി മേടിച്ച് വെച്ചിട്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് വെച്ച് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ കട്ടിയുള്ള യാൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും. അങ്ങനെ ഞാൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ബലമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ 2 കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ കെട്ടുന്നത് പോലെ 2 കെട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 അല്ല 3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതുപോലെ കെട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ ബാക്കി വന്ന 2 യാണിനെ ഉണ്ടല്ലോ, അതിനെ അവിടെ എവിടെയെങ്കിലും തുന്നി കൊടുത്താൽ മതി. പക്ഷേ എനിക്കതിന് മടിയായതുകൊണ്ട് ഞാനങ്ങ് മുറിച്ച് കളയുവാണ് ചെയ്തത്. എന്നിട്ട് ഞാനിങ്ങനെ വലിച്ചൊക്കെ നോക്കുന്നുണ്ട്, ബലമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഫൈനലി നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ഞാനൊരു ടുലിപ്പിൻ്റെ കീ ചെയിനൊക്കെ ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ട് ഒരു രസത്തിന് വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാനായിട്ട് മറക്കണ്ട. പിന്നെ ഈ ഒരു ടുലിപ്പ് കീ ചെയിൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലായിട്ട് എവിടെയെങ്കിലും കാണുന്നതായിരിക്കും. അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഗോൾഡൻ കളറിൽ ഇതേപോലൊരു സാധനം ഞാൻ അകത്തായിട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ബാഗിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിലെ കുറച്ച് പഴയ ബാഗുകൾ തപ്പി നടന്നു, എന്നിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ 2 എണ്ണം മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ കാന്തം പോലെ വരുന്നൊരു സംഭവമാണ്. അതിങ്ങനെ കറക്റ്റ് നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെയാണ് ആ ഒരു ഗോൾഡൻ കളറിൽ വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു സ്ട്രാപ്പിനൊക്കെ കറക്റ്റ് ഇതായിട്ട് വെച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സ്ട്രാപ്പിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ ഇതേപോലെ ബാഗിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തികേട് കാണത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാനായിട്ട് മറക്കണ്ട. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ഒരു ഫോണൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ കുറേ സാധനങ്ങൾ ഇട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസും ഉണ്ട്. പിന്നെ കുറച്ച് കട്ടിയുള്ള യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബലത്തിൽ നിന്നോളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ക്രോഷ്യയുടെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാനായിട്ട് മറക്കണ്ട. അതുപോലെ ആ ഒരു ഗോൾഡൻ കാന്തത്തിൻ്റെ ഒരിത് കണ്ടോ, അതാണ് ആ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ആയിട്ട് കാണുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ 2 സൈഡിലോട്ട് അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു ടെക്നിക്ക്. പക്ഷേ അതവിടെ വന്നപ്പോൾ ഒരു ലുക്കുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.